ഹായ് ഫ്രണ്ട്സ്, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവെടുപ്പ് അഭംഗുരം തുടരുകയാണ്. അദ്ദേഹം താമസിച്ച ഹോട്ടലുകള്, മറ്റ് സ്ഥലങ്ങളൊക്കെ തെളിവെടുപ്പിനായി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഒന്ന് ഓർക്കണം, ഒരു കാലത്ത് യുവ തുർക്കിയായിരുന്നു, യൂത്ത് ഐക്കൺ, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന പെൺപിള്ളേരുടെയൊക്കെ ഹരമായിരുന്ന ആ യുവ നേതാവ് ഇപ്പൊ ഇതാ ജയിൽ പുള്ളി. ഓരോരോ അവസ്ഥാന്തരങ്ങളെ. പക്ഷെ ഇതിന് മറുവശമുണ്ട്. ഈ അതിജീവിതന്മാരിൽ എല്ലാവരും ശരിക്കും അതിജീവിതന്മാരാണോ? ഞാൻ സംശയിക്കുന്നു. കാരണം വർഷങ്ങൾ നീണ്ട ബന്ധം, പ്രണയബന്ധം, ശാരീരിക ബന്ധം, മണിക്കൂറുകൾ നീണ്ട പീഡനം, അതിനുശേഷം വീണ്ടും അയാൾക്ക് വേണ്ടി ഫ്ളാറ്റ് വാങ്ങിക്കുന്നു. അത് 2 BHK വേണോ 3 BHK വേണോ എന്നുള്ളതായിരുന്നു സംശയം. ഇപ്പൊ അടിച്ചു പിരിഞ്ഞപ്പോ അതിജീവിതയായി. ശരിക്കുള്ള അതിജീവിതയാണോ? എനിക്ക് സംശയമുണ്ട്. ശരിക്കുള്ള അതിജീവിത എന്ന് പറഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസ് നോക്ക്, വെറും നിരപരാധിയായിരുന്നു. കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ കാശ് ഞാൻ നിങ്ങൾക്ക് തരാം, പ്ലീസ് എന്നെ വെറുതെ വിടുക എന്ന് ധൈര്യമായി കരയുന്ന പെൺകുട്ടിയുടെ മനസ്സ്, ആ രൂപം ആരുടെയെങ്കിലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമോ? അതാണ് അതിജീവിത എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടെ ഉണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോഴും ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസ് നടത്തിയ വക്കീല് പോലും ആത്മാർത്ഥം ശ്രമിച്ചോ എന്നുള്ളത് വിചാരണ കോടതി അവരെ വിമർശിക്കുകയാണ്. ആകെ 10 ദിവസമേ വന്നുള്ളൂ, അതും ഇവിടുന്ന് ഉറങ്ങുമായിരുന്നു. നല്ല വക്കീലിനെ കാശ് കൊടുത്തു വെച്ച് കേസ് നടത്താൻ പറ്റിയില്ല. ഇനി എത്ര കാലം ആ കേസ് തുടരും? ഈശ്വരോ രക്ഷതു. മറ്റൊരാള് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ആ കേസിലെ അതിജീവിതമാരോ, അവരുടെ അവസ്ഥ എന്താ? 2023 ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു. പക്ഷേ ആ കേസിന് അപ്പീൽ പോകാൻ ഒരു പ്രോസിക്യൂഷൻ വക്കീലിനെ ഇതുവരെ നൽകിയില്ല. ഇന്ന് ഇത് നൽകിയിരിക്കുന്നു. ഇത്രയും കാലം എവിടെയായിരുന്നു? ആ സ്ത്രീ ജന്മങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചോ? നിങ്ങൾക്കറിയാമോ, തുണിസഞ്ചി തുന്നി ആ സഞ്ചിയൊക്കെ വിറ്റ് ചെറിയ ചെറിയ വരുമാനങ്ങളിലൂടെ ജീവിച്ചു പോവുകയാണ്. ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, കഷ്ടിച്ച് ജീവിച്ചു പോവുകയാണ്. ഒരു വരുമാനവും ഇല്ല. സഭയും സഭാ നേതൃത്വവും അവരെ പുറന്തള്ളി ജീവിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കഷ്ടമാണ് അവരുടെ ജീവിതം എന്നറിയാമോ? ജീവിക്കാൻ നിവൃത്തിയില്ല. ക്രിസ്തുവിന്റെ മണവാട്ടികൾ, എന്തൊരവസ്ഥയാണത്! അവരൊക്കെയാണ് യഥാർത്ഥ അതിജീവിതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ പേര് ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് നീതി കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നീതി കിട്ടുന്നില്ല, കിട്ടുമെന്നും തോന്നുന്നില്ല. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. നീതി ദേവത വഴിമാറി പോവുകയാണ്. നീണ്ടു പോകുന്നു കേസുകൾ, അന്തമില്ലാതെ അനന്തമായി. എന്നാണ് ഇവർക്ക് നീതി കിട്ടുക? ഈശ്വരോ രക്ഷതു. താങ്ക് യു.